ഹലോ ഗൈസ്, അപ്പോൾ 3 മാസത്തെ ലഹളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും പഠനത്തിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ നല്ല സുഖമായിരുന്നു ഈ 3 മാസം. അത് വേഗം പോയി, അതെങ്ങനെയാണ്. അപ്പം ഞാൻ ജസ്റ്റ് ബേസിക്സൊക്കെ നോക്കുകയായിരുന്നു. ഞാനിപ്പോൾ പഠിക്കുന്നത് +1 കൊമേഴ്സാണ്. അപ്പം എജുപോർട്ടിലാണ് ഞാൻ ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ഞാനിപ്പം അക്കൗണ്ടൻസിൻ്റെ ക്ലാസ്സൊക്കെ കണ്ടു, അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കില്ല. കുറേ നോട്ടൊക്കെ എഴുതിയിട്ട് അങ്ങനെ തിരിച്ച് മറിച്ചൊക്കെ കുറേ നോട്ട് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ പഠിക്കണം. ഇന്ന് മുതൽ റെഗുലർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഞാൻ കടയിലിപ്പിലാണ് പഠിക്കുന്നത്. അപ്പം അത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് പിന്നെ പുതിയ ആൾക്കാരൊക്കെയാണ് ക്ലാസ്സിൽ. 60 പിള്ളേരുണ്ട് ക്ലാസ്സിൽ. മിനിഞ്ഞാന്ന് പ്രവേശനോത്സവം ഉണ്ടായിരുന്നു. ഇന്നലെ പിന്നെ ക്ലാസ് അധികമൊന്നും എടുത്തില്ല, ജസ്റ്റ് പരിചയപ്പെടലൊതുക്കിയായിരുന്നു. ഇന്ന് മുതലാണ് റെഗുലർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുന്ന് എനിക്ക് 8:30 അവിടെ എത്തണം എന്നാണ് പറഞ്ഞത്. ഇപ്പം സമയം 6 മണിയായിട്ടുണ്ട്. ഞാൻ 5:45 എണീച്ചതാണ്. 5:45 5 മണിക്ക് എണീച്ചതാണെന്ന് തോന്നി. 5 മണിക്ക് എണീച്ചതാണ്. അപ്പോൾ ഞാൻ 5 മണിക്ക് എണീച്ചതാണ്. ഇപ്പോൾ സമയം 6 മണിയായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വഴിയെ കാണാം. 5 മണിക്ക് തന്നെ എണീച്ച് ബാക്കി എല്ലാ പരിപാടിയും കഴിഞ്ഞതാണ്. പല്ലേച്ചു. പിന്നെ ഗുളിക എനിക്ക് കുടിക്കാനുണ്ടായിരുന്നു. എനിക്ക് തൈറോയ്ഡ് ഉണ്ട്, അപ്പോൾ എൻ്റെ ഗുളിക കുടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. പിന്നെ അതിന് ശേഷമാണ് ഞാനിപ്പം പഠിക്കാനിരുന്നത്. അപ്പം ഇനിയിപ്പോൾ ക്ലാസ്സും കണ്ട് തീരാറായി. ക്ലാസ് ഞാൻ ഇവിടുന്ന് കാണുന്നുണ്ടായിരുന്നു. അത് ഈ മൊബൈലാണ് എന്നെക്കൊണ്ട് അതെനിക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. അപ്പോൾ അതിന് ശേഷമാണ് ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞു. പിന്നെ ഇനി ഡാൻസ് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ പ്രാക്ടീസ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇനി ഇപ്പം ഹെയർ കെയർ ചെയ്യാൻ വേണ്ടി പോവാണ്, താളി തേക്കാൻ വേണ്ടി പോവാണ്. ഇപ്പം ഞാൻ മുടിയിൽ ഇപ്പം താളി തേക്കാൻ വേണ്ടി പോവാണ്. താളി ഒരു ലെയറായിട്ട് കുളിച്ച് ഫ്രഷായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ റെഡി ആവുകയാണ് ചെയ്യേണ്ടത്. അതിനു മുമ്പ് ഈ ബുക്കൊക്കെ ഒന്ന് ബാഗിലെടുത്ത് വെക്കണം. പിന്നെ ബാഗിലെടുത്ത് വെക്കേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ട് റെഡി ആവണം. ഇതിൻ്റെ പുതിയ ബാഗാണ് പോലെ. അപ്പം വേണ്ടി ഞാൻ ഈ കളിയിൽ ഞാൻ സാധനം വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഒന്ന് എഴുതി വെക്കാനാണ്. എന്തെങ്കിലുമൊക്കെ തന്നെങ്കിലും ഹോംവർക്ക് തന്നെങ്കിലും ഒന്ന് എഴുതി വെക്കാനായിട്ടാണ്. അല്ലെങ്കിൽ ഞാൻ എല്ലാം മാർക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇത്. പിന്നെ ഇത് തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ ഇവിടെ ചുമ്മാ വെച്ചിട്ടുണ്ട്. ഈ വീട്ടിൽ വരും പച്ച ഞാൻ ഒരു ബുക്ക് വെച്ചിട്ടുണ്ട്. കമ്മ്യൂണിറ്റി വലിയ ബുക്ക് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഒരു വലിയ ബുക്ക് മാത്രം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി ഈ ബുക്ക് പോയിട്ട് അവിടെ കിട്ടുന്ന കോപ്പിയാണ്, സ്കൂളിൽ നിന്ന് അത് തരുന്ന കോപ്പിയാണത്. കൊണ്ടുവന്ന് ഇതിലേക്ക് എടുത്തു. സമയത്ത് ഇതൊന്നും കണ്ടല്ലോ. സ്റ്റേജ് വന്നു. എൻ്റെ സ്റ്റേജ് ഡാൻസ് ക്ലാസ്സാണ്. വെയിറ്റ് ആവോ? ഇത് കൊണ്ടുവരുന്നല്ലോ സ്കൂളിലേക്ക് ബുക്ക്. അതിന്റെ കോൺസെപ്റ്റ് തവണ ബാങ്കിന്റെ കൊടുക്കും. ഇതാണ് അതേ വന്ന് അയച്ച് തന്നില്ലെങ്കിൽ അയച്ച് വെറുതെ അതൊക്കെ എനിക്കില്ല. ഇത് ഫുഡ് പൈസ ആവശ്യം കൊടുക്കുന്നത് ഇത് ഒന്നും ചെയ്യാട്ടോ. ജസ്റ്റ് കയ്യിലൊന്ന് വെക്കാനായിട്ട്. ബസ്സിനൊക്കെ എനിക്ക് എസ് എടുക്കണ്ട. നിങ്ങളെ എടുക്കാം. എസ് എടുക്കാം. നെക്സ്റ്റ് ടൈം ഏതാണ് ഞാൻ എസ് കൊടുക്കും. ഫുഡ് വന്നിട്ട് വന്നാണ് വേഗം വേഗം കാര്യങ്ങളാണ്. ബസ്സിന് പോകുമ്പോൾ ബസ് ഫ്രണ്ട്സ് പോയി ബസ്സിനാണ് വരുന്നത്. അപ്പോൾ ആ ബസ്സിന് പോകാൻ വേണ്ടിയിട്ട് കണക്കൊക്കെയാണ് ഇറങ്ങാമെങ്കിൽ ഞാൻ വെള്ളം മനസ്സിലായി. അതാണ് എൻ്റെ പുതിയ വെള്ളം പ്ലീസ്. ഈ ക്രാബും ഒന്ന് ഇട്ട് വെച്ചേക്കാം. ആവശ്യം വരും. പിള്ളേർക്ക് മുടിയാൽ നല്ല സൈഡ് ഇരിക്കാനാവില്ല. ഒരു ക്രാബ് ഇട്ടെങ്കിൽ നമുക്ക് കണ്ടില്ലേ കളി കളി പൈസ എസ്റ്റിൻ്റെ സംഭവം അതപ്പോഴത്തെ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് കേട്ടോ ഗൈസ്. ഔട്ട്ഫിറ്റ് ഇല്ലാതെ
അപ്പോൾ നമുക്കിനി ഒരുങ്ങാട്ടോ. സമയം അപ്പോൾ ഗൈസ് ഞാൻ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ പോകാൻ നോക്കുകയാണ്. പിന്നെ സ്പ്രേ അടിച്ചില്ല. ഇപ്പോൾ ഗൈസ് ഞാൻ പോവാണ്. സമയമായിട്ടുണ്ട്. ഇപ്പം 7:50 7:50 അപ്പോൾ ഞാൻ പോവാൻ നോക്കുകയാണ്. അപ്പോൾ എല്ലാം റെഡിയായി. ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഇത്രയേ ഉള്ളൂ. മേക്കപ്പൊക്കെ അത്രയേ ഉള്ളൂ, കുറവാണ്. ഇനി ഇതാണ് എൻ്റെ ഇന്നത്തെ ഔട്ട്ഫിറ്റ്. അപ്പോൾ ഗൈസ് ഞാൻ പോയിട്ട് വരാം. ഞാൻ വേറെ കടയിലായിരിക്കും ഇറങ്ങുന്നത്. അപ്പം പോയിട്ട് വരാം. അവിടെ എടുത്തിക്കോ. അപ്പോൾ ഞാൻ വീണ്ടും തിരിച്ചെത്തിയിരിക്കുന്നു. അപ്പോൾ സ്കൂളൊക്കെ കഴിഞ്ഞെത്തി. ഇന്നിപ്പം അധികം പഠിപ്പിച്ചിട്ടൊന്നുമില്ല, കുറച്ച് പഠിപ്പിച്ചിട്ടുള്ളൂ. പിന്നെ നാളെ ഇപ്പോൾ ചോദ്യം ചോദിക്കുന്നത് ഹിന്ദി മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും അധികം പഠിപ്പിച്ചിട്ടില്ല. പിന്നെ ഞാൻ വീട്ടിലേക്കല്ല പോയി. നിങ്ങൾ ചോദിക്കുന്നത് ഞാൻ എന്താ വീട്ടിലേക്ക് പോകാൻ? നമ്മുടെ വീട്ടിലാരുമില്ല, അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇപ്പോൾ അങ്ങോട്ടേക്കാണ് വരല്, കടയിലേക്ക് വരല്. അപ്പം അമ്മ ഇപ്പോൾ വരും, അമ്മനെ കൂട്ടാൻ വേണ്ടി വെച്ച് പോയേക്കാണ്. അപ്പം അമ്മ വന്നിട്ട് ഇനി വീട്ടിലേക്ക് പോകും. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. ഇതൊക്കെയാണ് സ്കൂളിൽ ഇന്നത്തെ വിശേഷം. അധികം പഠിച്ചിട്ടില്ല. ക്ലാസ് ടൈമും കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ടീച്ചേഴ്സിന് ഡ്യൂട്ടിയിലായത് കൊണ്ട് ഇന്ന് ക്ലാസ് ടൈം കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ പഠിപ്പിക്കാനും അധികം പഠിപ്പിച്ചിട്ടില്ല. ഈ ഒരാഴ്ച പൊതുവെ നോക്കുകയാണെങ്കിൽ ട്രാൻസ്ഫർ തോന്നുന്നതിന് ശേഷം കുട്ടികൾ പോവുകയും ചെയ്യുക. അതുകൊണ്ട് കുറച്ച് ക്ലാസ്സൊക്കെ ഉണ്ടാവുള്ളായിരിക്കും. പിന്നെ കുറച്ച് ദിവസമൊന്നും ക്ലാസ് ഉണ്ടാവില്ല, അതുപോലെയൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഹിന്ദി പഠിക്കാത്തത്. പൊടി പറക്കണം. അപ്പോൾ ഗൈസ്, അപ്പോൾ ഞാൻ അങ്ങനെ അമ്മേനോട് വീട്ടിലേക്ക് എത്തി. ഇനി പഠിക്കാനുണ്ട്, ഡ്രസ്സ് മാറണം, പഠിക്കാനുണ്ട്, പിന്നെ ക്ലാസ് കാണാനുണ്ട്. അപ്പോൾ ക്ലാസ് ഞാൻ ഈ മൊബൈലിലാണ് കാണുന്നത്, അതുകൊണ്ട് അപ്പം വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നമുക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ഗൈസ് ഞാനങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റി വന്നു. ഇനി നേരെ പഠിക്കാനിരിക്കണം. അപ്പോൾ എനിക്ക് അക്കൗണ്ടൻസിൻ്റെ കുറച്ച് ക്ലാസ് ഉണ്ട്. അപ്പോൾ അത് നോക്കാൻ വേണ്ടി പോവുകയാണ്. തലവേദനയാണ്. അപ്പോൾ നമുക്ക് നേരെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ട് അപ്പോൾ ഗൈസ്, ഇപ്പോൾ ഞാൻ പഠിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ ഉറങ്ങാൻ നോക്കാൻ പോവാണ്. സമയം 10 മണിയാറായി. അപ്പം ഉറങ്ങാൻ നോക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.